സാമ്പത്തികമായിട്ട് സിനിമ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? സാമ്പത്തികമായിട്ടൊരു ഭദ്രത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ എൻ്റെ മിമിക്രിയാണ് എന്നെ വളർത്തിയതും എന്നെ എപ്പോഴും കൊണ്ടുപോകുന്നത്. ഞാനിപ്പോഴും എൻ്റെ രാജാ ഷോ എന്നും പറഞ്ഞ മെഗാ ഷോ ഉണ്ട്. അതുമൊക്കെ തന്നെയാണ് നമ്മൾ അരിമേടിച്ച് പോകുന്നത്. സിനിമയിൽ നിന്ന് വലിയൊരു ഭാരിച്ച തുകയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മളെ ഈ പറഞ്ഞ ആ ചില ഉദ്ഘാടനങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് മിമിക്രി, ടി വി, പിന്നെ സിനിമ ആർട്ടിസ്റ്റ്. ടെലിവിഷൻ ഷോ. അപ്പം ഇത് എല്ലാ മേഖലയിലും നമ്മളുണ്ട്, ആങ്കറായിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മ മുതൽ അവതാർ എന്ന് പറഞ്ഞ്, അപ്പോൾ അവതാർ എന്ന് പറയുന്ന സംഘടനയുണ്ട്, ആങ്കേഴ്സിൻ്റെ RJS VJSൻ്റെ, അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ, ഓൾ കേരള. അപ്പം അതിനകത്ത് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വലിയ വലിയ ആൾക്കാർ ഉള്ള, ചിരഞ്ജീനി ഹരിദാസ്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ സംഘടനയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നൈസായിട്ട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ, ചെറിയ ഒരു സംഘടനയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചെറിയ ഫണ്ടൊക്കെ ആയി തുടങ്ങി. ഇനി ഒരുപാട് പേര് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലും നമ്മുടെ ആങ്കറാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിയൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻ. സുരേഷ് ഏട്ടൻ പുള്ളി കോടീശ്വരനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്.